കൂട്ടുകാരെ, ഞാൻ ഷബീർ അലി. VHSE ഈ വിദ്യാലയം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, ലിപ്പിഡ് പ്രൊഫൈൽ, ഇവയൊക്കെയല്ലേ? അതെ. സിംഗിൾ ബയോകെമിക്കൽ ടെസ്റ്റിനേക്കാളും ബയോകെമിക്കൽ ടെസ്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് രോഗങ്ങൾ കണ്ടെത്താൻ ഏറെ പ്രയോജനപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇന്ന് നമ്മൾ ആദ്യം ചില സ്പെഷ്യൽ ബയോകെമിക്കൽ പ്രൊഫൈൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് പ്രൊഫൈൽ, കാർഡിയാക് മാർക്കർ, ട്യൂമർ മാർക്കേഴ്സ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് TFT, ഇൻഫെർട്ടിലിറ്റി പ്രൊഫൈൽ, മിനറൽസ്, ഹോർമോൺസ് തുടങ്ങിയവയാണവ. ഇലക്ട്രോലൈറ്റ് പ്രൊഫൈൽ. രക്തത്തിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ്സ് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, ബൈകാർബണേറ്റ് എന്നിവയാണ്. സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ കോമൺലി യൂസ്ഡ് ടു മോണിറ്റർ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഫെയിലിയർ, ലങ് ഡിസീസസ്, ലിവർ ഡിസീസസ് ആൻഡ് കിഡ്നി ഡിസീസസ്. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിലും നിയന്ത്രണത്തിലും സീറത്തിലെ സോഡിയം, പൊട്ടാസ്യം പരിശോധനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സോഡിയത്തിൻ്റെ നോർമൽ ലെവൽ 135 മുതൽ 145 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ നോർമൽ ലെവൽ 3 മുതൽ 5 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഫ്ലെയിം ഫോട്ടോമെട്രി, അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡ്, സ്പെക്ട്രോഫോട്ടോമെട്രി തുടങ്ങിയവയാണ് ഇലക്ട്രോലൈറ്റ് പ്രൊഫൈലിൻ്റെ പരിശോധന രീതികൾ. ട്യൂമർ മാർക്കേഴ്സ്. These are substances, often proteins, produced by the cancer tissue or by the body in response to cancer growth. These can be detected in body samples such as blood, urine, tissue. They may be used to diagnose some types of cancer, detect recurrence, and monitor treatments. ക്യാൻസർ കോശങ്ങൾ അല്ലെങ്കിൽ കലകൾ ഉൽപ്പാദിപ്പിക്കുന്നതോ ക്യാൻസർ വളർച്ചയോടുള്ള പ്രതികരണമായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോ ആയ പ്രോട്ടീനുകളാണ് ട്യൂമർ മാർക്കേഴ്സ്. ബ്ലഡ്, യൂറിൻ, ടിഷ്യൂ സാമ്പിളുകളിൽ ഇവയെ കണ്ടെത്താനാകും. ചിലതരം ക്യാൻസറുകളെ കണ്ടെത്താനും റെക്കറൻസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും ക്യാൻസർ ചികിത്സക്കുമൊക്കെ ട്യൂമർ മാർക്കേഴ്സ് ഉപയോഗപ്പെടുത്തുന്നു. കോമൺലി യൂസ്ഡ് ട്യൂമർ മാർക്കേഴ്സ് ആർ ആൽഫ ഫീറ്റോപ്രോട്ടീൻ, കാർസിനോമ എംബ്രിയോണിക് ആൻറ്റിജൻ CEA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA, ക്യാൻസർ ആൻറ്റിജൻ CA125, ക്യാൻസർ ആൻറ്റിജൻ CA19-9, ബീറ്റ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ബീറ്റ HCG എന്നിവയാണ്. കാർഡിയാക് മാർക്കേഴ്സ്. They are substances that are released into the blood when heart is damaged or stressed. Measurements of these biomarkers are used to diagnose acute coronary syndrome and cardiac ischemia. ഹൃദയത്തിന് തകരാറുകൾ സംഭവിക്കുമ്പോൾ രക്തത്തിലേക്ക് കലരുന്ന വസ്തുക്കളാണ് കാർഡിയാക് മാർക്കേഴ്സ്. അക്യൂട്ട് കൊറോണറി സിൻഡ്രം, കാർഡിയാക് ഇസ്കീമിയ തുടങ്ങിയ ഹൃദയ രോഗങ്ങളെ കണ്ടെത്താൻ കാർഡിയാക് മാർക്കേഴ്സ് ഏറെ സഹായകമാണ്. പ്രധാനപ്പെട്ട കാർഡിയാക് മാർക്കേഴ്സ് ഇവയാണ്: ട്രോപ്പോണിൻസ്, ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ T, ക്രിയാറ്റിൻ കൈനേസ് CKMB, ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് LDH, അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ് AST, മയോഗ്ലോബിൻ, നെട്രിയൂററ്റിക് പെപ്റ്റൈഡ്. പ്രധാനപ്പെട്ട ചില ഹോർമോണുകളെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH, തൈറോക്സിൻ അഥവാ T4, ട്രൈ അയഡോതൈറോണിൻ അഥവാ T3 എന്നീ ഹോർമോണുകളാണ് TFT തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം തുടങ്ങിയ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങളെ നിർണ്ണയിക്കുന്നതിൽ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്.
ഇൻഫെർട്ടിലിറ്റി പ്രൊഫൈലിൽ ഉൾപ്പെടുന്നത് സെക്സ് ഹോർമോൺസ് ആണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, പ്രൊലാക്റ്റിൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ഫ്രീ ആൻഡ് ടോട്ടൽ ടെസ്റ്റോസ്റ്റിറോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH എന്നിവയാണ് സെക്സ് ഹോർമോൺസ് ആയി അറിയപ്പെടുന്നത്. വന്ധ്യതയുടെ കാരണങ്ങളെ കണ്ടെത്തുന്നത് ഇൻഫെർട്ടിലിറ്റി പ്രൊഫൈൽ പരിശോധനയുടെ സഹായത്തോടെയാണ്. നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട നിരവധി മിനറലുകൾ ഉണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, കോപ്പർ, മഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക് എന്നിവ അവയിൽപ്പെട്ടവയാണ്. കാൽസ്യത്തിനെയും ഫോസ്ഫറസിനെയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാൽസ്യത്തിൻ്റെ രക്തത്തിലെ നോർമൽ അളവ് 8.5 to 10.5 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കാണുന്ന അസുഖങ്ങൾ റിക്കറ്റ്സ്, ഹൈപ്പോ പാരാതൈറോയിഡിസം, റീനൽ ഫെയിലിയർ എന്നിവയാണ്. കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നതോ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിലും അതേപോലെ ബോൺ ട്യൂമേഴ്സിലുമാണ്. രക്തത്തിലെ ഫോസ്ഫറസിൻ്റെ അളവ് നോർമലായി 2.5 to 4.5 മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ്. ഫോസ്ഫറസിൻ്റെ അളവ് കുറഞ്ഞു കാണുന്ന അസുഖങ്ങൾ ഹൈപ്പർ പാരാതൈറോയിഡിസവും റിക്കറ്റ്സ്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്നിവയാണ്. ഫോസ്ഫറസിൻ്റെ അളവ് കൂടിക്കാണുന്ന അവസ്ഥകൾ ഹൈപ്പോ പാരാതൈറോയിഡിസം, റീനൽ ഫെയിലിയർ എന്നിവയുമാണ്. AST, ALT അഥവാ അസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ്, അലാനിൻ അമിനോ ട്രാൻസ്ഫറേസ് നാം പഠിച്ച എൻസൈമുകളാണ്. LFTയിൽ ഉൾപ്പെട്ട ടെസ്റ്റുകളാണ് ASTയും ALTയും എന്ന് നിങ്ങൾക്കറിയാം. ഇവ കൂടാതെ പ്രധാനപ്പെട്ട എൻസൈമുകളാണ് ആസിഡ് ഫോസ്ഫറ്റേസ്. ആസിഡ് ഫോസ്ഫറ്റേസിൻ്റെ പ്രോസ്റ്റാറ്റിക് ഫ്രാക്ഷൻ പരിശോധിക്കുന്നത് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ വളരെ സഹായകമാണ്. മറ്റൊരു എൻസൈമാണ് അമൈലേസ്. സീറം ഡിറ്റർമിനേഷൻ ഹെൽപ്പ് ഡയഗ്നോസ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിനെ കണ്ടെത്താൻ സീറം അമൈലേസ് പരിശോധന ഏറെ സഹായകമാണ്. ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറേസ് GGT. It is included in the liver function test and it is increased in liver diseases, pancreatic diseases and chronic alcoholism. GGT LFTയിൽപ്പെട്ട ഒരു പരിശോധനയാണ്. ആൽക്കഹോളിസം, കരൾ രോഗം, പാൻക്രിയാസ് അസുഖങ്ങൾ എന്നിവയിൽ GGT ലെവൽ കൂടുന്നതായി കാണപ്പെടുന്നു. ബ്ലഡ് ഗ്യാസ് അനാലിസിസ് ABG, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. ആർട്ടീരിയൽ ബ്ലഡിലാണ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് നടത്തുന്നത്. ABGയിൽ ഉൾപ്പെടുന്ന പരിശോധനകളാണ് ബ്ലഡ് pH, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ PO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് PCO2, ബൈകാർബണേറ്റ്. ABG is used for the clinical management of acid-base imbalance, respiratory, metabolic, kidney disorders. Acid-base balance, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, കിഡ്നി ഡിസോർഡേഴ്സ് എന്നിവയുടെ ചികിത്സയിലും നിയന്ത്രണത്തിലും ബ്ലഡ് ഗ്യാസ് അനലൈസിസിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി പഠിക്കാനുള്ളത് ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചാണ്. ഒരു ലബോറട്ടറിയിലെ പരിശോധനാ ഫലം കൃത്യവും വിശ്വസനീയവുമാകേണ്ടത് അനിവാര്യതയാണ്. ക്വാളിറ്റി കൺട്രോൾ ഈസ് ദ പ്രോസസ് ടു എൻഷ്യൂർ ക്വാളിറ്റി ഓഫ് ലബോറട്ടറി റിപ്പോർട്ട്സ്. പരിശോധനാ ഫലങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളാണ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ റെഡ്യൂസസ് പ്രീ അനലിറ്റിക്കൽ, അനലിറ്റിക്കൽ ആൻഡ് പോസ്റ്റ് അനലിറ്റിക്കൽ എറേഴ്സ് ഇൻ ദ ലബോറട്ടറി. ഒരു ലബോറട്ടറി ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പോ ഇടയ്ക്ക് വെച്ചോ പരിശോധന കഴിഞ്ഞുള്ള സമയത്തോ സംഭവിക്കാവുന്ന തെറ്റുകളെ പരമാവധി കുറയ്ക്കുകയാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ രണ്ട് വിധത്തിലാണ്: ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ, എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ. ലബോറട്ടറികളിൽ തന്നെ നിർവഹിക്കുന്ന ക്വാളിറ്റി ചെക്കാണ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ മെഷർമെന്റ് ഓഫ് സ്പെഷ്യലി പ്രിപ്പയർഡ് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് കൺട്രോൾ സാമ്പിൾസ്, or by repeated measurements on routine specimens, or by using statistical analysis of daily test data. പ്രത്യേകമായി തയ്യാറാക്കുന്ന കൺട്രോൾ സാമ്പിളുകൾ ഉപയോഗിച്ചോ
സാമ്പിളുകൾ ആവർത്തിച്ച് പരിശോധിച്ചോ അല്ലെങ്കിൽ ടെസ്റ്റ് ഡാറ്റകളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയോ ഒക്കെ ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാം നടപ്പിലാക്കാം. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി പരിശോധനകളുടെ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു. എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഏജൻസികൾ നിർവഹിക്കുന്ന ക്വാളിറ്റി ചെക്കാണ്. Evaluation of laboratory procedures is done by an outside agency on specially supplied samples. പുറമേ നിന്നുള്ള ഏജൻസി തയ്യാറാക്കി തരുന്ന കൺട്രോൾ സാമ്പിളുകൾ നമ്മുടെ ലബോറട്ടറിയിൽ പരിശോധിച്ച് റിസൾട്ട്സ് അവരെ അറിയിക്കുന്നു. എക്സ്റ്റേണൽ ഏജൻസി അവ വിലയിരുത്തലുകൾ നടത്തി നമ്മുടെ ലാബിനെ സംബന്ധിച്ച ക്വാളിറ്റി കൺട്രോൾ വിവരങ്ങൾ നൽകുന്നു. എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി പരിശോധനകളുടെ അനലിറ്റിക്കൽ പാർട്ടിൽ പിഴവുകളില്ല എന്ന് ഉറപ്പാക്കുന്നു. ക്യൂസിയുമായി ബന്ധപ്പെട്ട് 4 പദങ്ങളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. 1. ആക്യുറസി. ആക്യുറസി ഈസ് ദ ക്ലോസ്നെസ് ഓഫ് ദ റിസൾട്ട് ടു ദാറ്റ് ഓഫ് ട്രൂ വാല്യൂ. കണ്ടെത്തേണ്ട ഉത്തരത്തിനോട്, അതായത് ട്രൂ വാല്യൂവിനോട് കണ്ടെത്തിയ ഉത്തരം, അതായത് ടെസ്റ്റ് റിസൾട്ട് എത്ര അടുത്തു നിൽക്കുന്നു എന്നതാണ് ആക്യുറസി, അതായത് കൃത്യത. 2. Precision. Precision is the closeness of the result on repeated analysis. ഒരേ പരിശോധന പല തവണ ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിസൾട്ടുകൾ തമ്മിലുള്ള യോജിപ്പാണ് പ്രിസിഷൻ. ഇവിടെ കൊടുത്ത ചിത്രത്തിൽ അത് കാണാനാകും. 3. Specificity. Specificity is the ability to determine solely the analyte. ഒരു പരിശോധനയിൽ ഏതിനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ മാത്രം കണ്ടെത്താനുള്ള കഴിവിനെയാണ് ആ പരിശോധനയുടെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് നാം ഫോളിൻവൂ മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്ലൂക്കോസ് മാത്രമല്ല ഫ്രക്ടോസും ലാക്ടോസും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ GOD POD മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് സ്പെസിഫിക് ആണ്, ഗ്ലൂക്കോസിനെ മാത്രം എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. 4. സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു ഡിറ്റക്ട് സ്മാളസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ അനലിറ്റ്. ഒരു പരിശോധനയിൽ ഏതിനെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ അളവ് എത്ര കുറഞ്ഞാലും കണ്ടുപിടിക്കാനുള്ള കഴിവിനെയാണ് ആ പരിശോധനയുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം, കോവിഡ് പരിശോധനയ്ക്ക് 2 ടെസ്റ്റുകൾ നാം കേട്ടിട്ടുണ്ട്, ആൻറ്റിജൻ ടെസ്റ്റും RT-PCR. ആൻറ്റിജൻ ടെസ്റ്റിന് സെൻസിറ്റിവിറ്റി കുറവാണ്. വൈറസിൻ്റെ അളവ് കുറഞ്ഞാൽ ആൻറ്റിജൻ ടെസ്റ്റ് പോസിറ്റീവ് ആകാനുള്ള സാധ്യത കുറയുന്നു. എന്നാൽ RT-PCR സെൻസിറ്റിവിറ്റി കൂടിയ ടെസ്റ്റാണ്. വൈറസിൻ്റെ അളവ് എത്ര കുറഞ്ഞാലും RT-PCR പോസിറ്റീവ് കാണിക്കും. ഇവിടെയുള്ള ചിത്രീകരണം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ ഒരു ടെസ്റ്റ് 7 തവണ ചെയ്തപ്പോൾ ലഭിച്ച ഫലങ്ങളിൽ കൃത്യമായത്, അതായത് ട്രൂ വാല്യൂ ടാർജറ്റിലുള്ളത് 1 മാത്രമാണ്. കൂടാതെ ഒരേ റിസൾട്ട് ലഭിക്കേണ്ടതിന് പകരം വ്യത്യസ്ത റിസൾട്ടുകളാണ് ലഭിച്ചത്. അതായത് ടെസ്റ്റ് ആക്യുറേറ്റ് അല്ല, പ്രിസൈസ് അല്ല എന്നർത്ഥം. രണ്ടാമത്തെ ചിത്രത്തിൽ റിസൾട്ടുകൾ ആക്യുറേറ്റ് അല്ല, പക്ഷേ പ്രിസൈസ് ആണ്. ഏറെക്കുറെ ഒരേ റിസൾട്ടുകളാണ് ലഭിച്ചത്. മൂന്നാമത്തെ ചിത്രത്തിൽ റിസൾട്ടുകൾ ഏറെക്കുറെ ആക്യുറേറ്റ് ആണ്, പക്ഷേ പ്രിസൈസ് അല്ല. നാലാമത്തെ ചിത്രത്തിലോ റിസൾട്ട് ആക്യുറേറ്റ് ആണ്, പ്രിസൈസുമാണ്. ക്യൂസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് മീൻ. നമുക്കറിയാം അത്. ഇറ്റ് ഈസ് ദ അരിത്മെറ്റിക് ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് വാല്യൂസ്. കുറേ പരിശോധനാ ഫലങ്ങളുടെ ആവറേജ് ആണത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് ആവറേജ് എററിനെ സൂചിപ്പിക്കുന്ന ടേമാണ്. അതായത് ഒരേ സാമ്പിളിൽ ഒരേ പരിശോധന പലതവണ ചെയ്യുമ്പോൾ ഓരോ റിസൾട്ടും മറ്റൊന്നുമായി എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സൂചിപ്പിക്കുന്നു. ഇത് കണ്ടെത്താനായി പ്രത്യേകമായ ഫോർമുലയുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ xn മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് 1. ഇതിൽ xn എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിറ്റർമിനേഷൻ ആണ്, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ഓഫ് ഡിറ്റർമിനേഷൻ ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിറ്റർമിനേഷൻ ആണ്.
സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീനിൻ്റെ പെർസെൻറ്റേജിൽ പറയുന്നതിനാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ മീൻ. ബയാസ് എന്നത് ഒരു ടെസ്റ്റിൽ കിട്ടേണ്ട വാല്യൂവും കിട്ടിയ വാല്യൂവും തമ്മിലുള്ള, അതായത് ട്രൂ വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ്. ബയാസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഇനി ടൈപ്സ് ഓഫ് എറേഴ്സ്. പിഴവുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് റാൻഡം എറർ. റാൻഡം എറേഴ്സ് ആർ unpredictable and odd errors. It may be due to defect in sampling, transport or processing. റാൻഡം എറേഴ്സ് വല്ലപ്പോഴും സംഭവിക്കുന്ന പിഴവുകളാണ്. സാമ്പിൾ എടുക്കുന്നിടത്തോ ലാബിലേക്ക് കൊണ്ടുവരുന്നിടത്തോ പരിശോധനയ്ക്കിടക്കോ സംഭവിക്കുന്ന പിഴവുകളാണിവ. രണ്ടാമത്തത് സിസ്റ്റമിക് എററാണ്. കൺസിസ്റ്റന്റ് റിപ്പീറ്റബിൾ എററാണ് സിസ്റ്റമിക് എറർ. അതായത് ഇവ സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്ന പിഴവുകളാണ്. ഉപകരണത്തിലെ തകരാർ, പരിശോധനാ രീതിയുടെ കുറവുകൾ, റിയാജന്റിന്റെ തകരാർ എന്നിവയൊക്കെയാണ് സിസ്റ്റമിക് എററിന് കാരണമാകുന്നത്. ലെവി ജെന്നിങ്സ് ചാർട്ട്. ക്വാളിറ്റി കൺട്രോൾ ഡാറ്റകൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫാണ് LJ ചാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫ് ദാറ്റ് ക്വാളിറ്റി കൺട്രോൾ ഡാറ്റ ഈസ് പ്ലോട്ടഡ് ഓൺ. കൺട്രോൾ സാമ്പിൾ വാല്യൂസ് ടെസ്റ്റഡ് ഈച്ച് ഡേ ഈസ് പ്ലോട്ടഡ് ഇൻ Y ആക്സിസ് and days in X axis. Y ആക്സിസിൽ കൺട്രോൾ സാമ്പിൾ വാല്യൂസും X ആക്സിസിൽ ടെസ്റ്റ് ചെയ്ത ദിവസങ്ങളുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. ലബോറട്ടറി പരിശോധനയുടെ ഗുണനിലവാരം സംബന്ധിച്ച ഒരു വിഷ്വൽ ഇൻഡിക്കേഷൻ LJ ചാർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. എല്ലാത്തരം അനലിറ്റിക്കൽ എറേഴ്സിനെയും കണ്ടെത്താൻ LJ ചാർട്ട് സഹായിക്കുന്നു. കൺട്രോൾ സാമ്പിൾ വാല്യൂകൾ സ്വീകാര്യമായ പരിധിയിലാണോ എന്ന്, അതായത് 1SD, 2SD, 3SD സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പരിധിയിലാണോ എന്ന് മീൻ വാല്യൂവുമായി താരതമ്യപ്പെടുത്തിയാണ് കണ്ടെത്തുന്നത്. പഴയ കാലത്തെ മാനുവൽ ടെക്നിക്കുകൾ മാറി പുതിയ കാലത്ത് ഓട്ടോമാറ്റിക് ടെക്നിക്കുകളാണ്. ഓട്ടോമേഷൻ ഈസ് ദ മെക്കനൈസേഷൻ ഓഫ് മാനുവൽ ടെക്നിക്സ്. പരിശോധനാ രീതികൾ ഓട്ടോമാറ്റിക് ആയതോടെ, ഓട്ടോമാറ്റിക് അനലൈസറുകൾ വികസിച്ചതോടെ ഒരുപാട് സാമ്പിളുകൾ കുറഞ്ഞ സമയത്തിനകം പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാനുവൽ ടെക്നിക്സിനേക്കാളും ആക്യുറസിയും പ്രിസിഷനുമുള്ള ടെസ്റ്റ് റിസൾട്ടുകളാണ് ലഭിക്കുന്നത്. വളരെ കുറവ് അളവ് സാമ്പിൾ മാത്രമാണ് ആവശ്യമായി വരുന്നത്. റിയാജന്റുകളും കുറവ് മതി. വലിയ ആശുപത്രികളിലൊക്കെ ഒരുപാട് പരിശോധനകൾ ഒന്നിച്ചു നടക്കുമ്പോൾ ചിലവ് ഗണ്യമായി കുറയുന്നു. കൂടാതെ മനുഷ്യസഹജമായ പിഴവുകൾ പരമാവധി ഇല്ലാതാക്കാൻ പറ്റുന്നു. അപ്പോൾ ഓട്ടോമേഷന്റെ അഡ്വാൻറ്റേജസ് ഇവയൊക്കെയാണ്: ലോ കോസ്റ്റ്, സേവ് ടൈം, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, മിനിമം സാമ്പിൾ വോളിയം, ലെസ് റിയാജന്റ് വോളിയം, മിനിമൈസ് ഹ്യൂമൻ എറർ, മോർ പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ് റിസൾട്ട്സ്. ഓട്ടോ അനലൈസർ രണ്ട് തരമാണ്: സെമി ഓട്ടോ അനലൈസർ, ഫുള്ളി ഓട്ടോ അനലൈസർ. സെമി ഓട്ടോ അനലൈസറിൽ സാമ്പിൾ ഒരുക്കുന്നത്, റിയാജന്റുമായി ചേർക്കുന്നത്, ശേഷം റീഡ് ചെയ്യുന്നത് എല്ലാം മാനുവലായാണ് ചെയ്യുന്നത്. എന്നാൽ കാൽക്കുലേഷനും റിപ്പോർട്ടും പ്രിന്റിങ്ങും ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ഓട്ടോമാറ്റിക്കായാണ്. എല്ലാ സ്റ്റെപ്പുകളും പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന അനലൈസറുകളാണ് ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസേഴ്സ്. ഫുള്ളി ഓട്ടോ അനലൈസേഴ്സ് രണ്ട് തരത്തിലുണ്ട്: ബാച്ച് അനലൈസർ, റാൻഡം ആക്സസ് അനലൈസർ. ബാച്ച് അനലൈസറിൽ ബാച്ച് ആയാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഒരേ സമയം ഏതെങ്കിലും ഒരു പാരാമീറ്റേഴ്സിന്റെ ഒരു ബാച്ച് മാത്രമേ ചെയ്യാനാകൂ. റാൻഡം ആക്സസ് അനലൈസറിൽ ഒരേ സാമ്പിളിൽ തന്നെ വ്യത്യസ്ത ടെസ്റ്റുകൾ ഒരേ സമയം ചെയ്യാനാകുമെന്നതാണ് പ്രത്യേകത. കൂടാതെ നാം ഉദ്ദേശിക്കുന്ന സാമ്പിളുകൾക്ക് മുൻഗണന കൊടുക്കാനുമാകും. അതിനാൽ ഇവയെ സ്റ്റാറ്റ് അനലൈസർ എന്നും വിളിക്കാറുണ്ട്. സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേൺ അറൗണ്ട് ടൈം എന്നാണ്. അപ്പോൾ സിംഗിൾ ടെസ്റ്റുകളും പ്രൊഫൈലുകളും എമർജൻസി ടെസ്റ്റുകളുമൊക്കെ റാൻഡം ആക്സസ് അനലൈസർ ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റ് എസ്റ്റിമേഷൻ നിർവഹിക്കുന്ന ഓട്ടോമേറ്റഡ് ഉപകരണമാണ് ഇലക്ട്രോലൈറ്റ് അനലൈസർ. അയോൺ സെലക്റ്റീവ് ഇലക്ട്രോഡുകളാണ് അതിലുള്ളത്.
പൊട്ടൻഷ്യോമെട്രിയാണ് അടിസ്ഥാനമായി വർത്തിക്കുന്നത്. ഇനി ചില അഡ്വാൻസ്ഡ് അസ്സേ ടെക്നിക്സിനെ പരിചയപ്പെടാം. ഒന്ന് ക്ലിയ, കെമിലൂമിനസെന്റ് ഇമ്മ്യൂണോ അസ്സേ. It is based on chemiluminescence. Chemiluminescence is the light emission produced during a chemical reaction. ഇത് കെമിലൂമിനസെൻസിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കെമിലൂമിനസെൻസ് എന്നാൽ രാസപ്രവർത്തനത്തിനിടെ പുറപ്പെടുവിക്കുന്ന ലൂമിനസെൻസ് അഥവാ പ്രകാശമാണ്. ഇത്തരത്തിലുള്ള കെമിലൂമിനസെൻസ് പദാർത്ഥങ്ങളെ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷന് ലാബലുകളായി ഉപയോഗിക്കുകയാണ് ക്ലിയ ചെയ്യുന്നത്. Chemiluminescent molecule is used as a label to detect and quantify immunological reactions. Isoluminol and acridinium esters are examples of chemiluminescent labels. Isoluminol, acridinium esters എന്നിവ chemiluminescent labels ആയി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. രണ്ടാമത്തെ ടെക്നിക്ക് ടർബിഡോമെട്രിയാണ്. മൂന്നാമത്തേത് നെഫ്ലോമെട്രിയാണ്. ടർബിഡോമെട്രിയും നെഫ്ലോമെട്രിയും ബയോകെമിസ്ട്രിയുടെ ആദ്യ വീഡിയോയിൽ നാം പഠിച്ചതാണ്. മറ്റൊരു അഡ്വാൻസ്ഡ് അസ്സേ ടെക്നിക്കാണ് HPLC, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്. ഇറ്റ് ഹാസ് എബിലിറ്റി ടു സെപ്പറേറ്റ് ആൻഡ് ഐഡന്റിഫൈ കോമ്പൗണ്ട്സ് പ്രസന്റ് ഇൻ സാമ്പിൾസ് ഇൻ ട്രേസ് കോൺസെൻട്രേഷൻ ആസ് ലോ ആസ് പാർട്സ് പെർ ട്രില്യൺ. ഇതൊരു അഡ്വാൻസ്ഡ് ക്രോമാറ്റോഗ്രാഫി ടെക്നിക്കാണ്. സാമ്പിളിൽ ട്രില്യണിൽ ഒരംശം മാത്രമുള്ള കോമ്പൗണ്ടുകളെ പോലും വേർതിരിക്കാൻ HPLCക്ക് സാധിക്കും. ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് HPLC ഇൻക്ലൂഡ്സ് യൂറിൻ അനാലിസിസ്, ആൻറ്റിബയോട്ടിക്സ് അനാലിസിസ് ഇൻ ബ്ലഡ്, അനാലിസിസ് ഓഫ് ബിലിറൂബിൻ, ബിലിവേർഡിൻ ഇൻ ഹെപ്പാറ്റിക് ഡിസോർഡേഴ്സ്, ഡിറ്റക്ഷൻ ഓഫ് എൻഡോജീനിയസ് ന്യൂറോപെപ്റ്റൈഡ്സ് ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഓഫ് ബ്രെയിൻ. പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. രോഗി ഉള്ളിടത്തേക്ക് ചെന്ന് പരിശോധനകൾ നിർവഹിക്കുന്ന രീതിയാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. പോർട്ടബിളായ ഹാൻഡ് ഹെൽഡായ ഉപകരണങ്ങളാണ് പോയിന്റ് ഓഫ് കെയർ ഉപകരണങ്ങൾ. ഡ്രൈ കെമിസ്ട്രി പ്രിൻസിപ്പിളാണ് ഇവ ഉപയോഗപ്പെടുത്തുന്നത്. ഗ്ലൂക്കോമീറ്റർ, ബ്ലഡ് ഗ്യാസ് അനലൈസർ, ഇലക്ട്രോലൈറ്റ് അനലൈസർ, റാപ്പിഡ് കൊയാഗുലേഷൻ ടെസ്റ്റിംഗ്, യൂറിൻ ടെസ്റ്റ് സ്ട്രിപ്സ്, പ്രഗ്നൻസി ടെസ്റ്റ് സ്ട്രിപ്സ് തുടങ്ങിയവ പോയിന്റ് ഓഫ് കെയർ ഡിവൈസസിന് ഉദാഹരണങ്ങളാണ്. ക്വാളിറ്റി കൺട്രോൾ ഡാറ്റകൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫിന്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതുപോലെ ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൽ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? ഉത്തരം അറിയുന്നവർ ഇനി പറയുന്ന 7 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഉത്തരം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ അധ്യാപകരുമായി സംവദിക്കുക. 1. പ്രിപ്പയർ എ കമ്പാരിസൺ ചാർട്ട് ബിറ്റ്വീൻ ഓട്ടോ അനലൈസേഴ്സ്. 2. എൻലിസ്റ്റ് മെറിറ്റ്സ് ഓഫ് ഓട്ടോമേഷൻ. 3. ഡിഫൈൻ ദ ഫോളോയിങ് ക്വാളിറ്റി കൺട്രോൾ ടേംസ്: ആക്യുറസി, പ്രിസിഷൻ, സ്പെസിഫിസിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി. 4. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ക്ലിയ. 5. എൻലിസ്റ്റ് കോമൺ ട്യൂമർ മാർക്കേഴ്സ്. 6. റൈറ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഡിറ്റർമിനേഷൻസ്: ആസിഡ് ഫോസ്ഫറ്റേസ്, അമൈലേസ്, GGT. 7. നെയിം ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് പ്രൊഫൈൽ. പരീക്ഷ അടുക്കാറായി. വീഡിയോകൾ ക്രമമായി ആവർത്തിച്ച് കാണുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.